വോൾട്ടേജ് സോഴ്സും നമ്മൾ ഇൻഡക്ടറിന് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വി ഹാവ് കണക്റ്റഡ് inductor parallel to a voltage source, and then we are analyzing this current and voltage waveform. So first we have connected a voltage source parallel to an inductor, and self-inductance, the voltage across inductor E is equal to L di by dt. This formula we already know, and I said that the voltage across inductor VL is equal to L di by dt. From that we have written the expression for di, that is nothing but V by L dt. So then for finding out I, so നമ്മൾ എന്താണ് വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് വോൾട്ടേജും കറണ്ട് തമ്മിലുള്ള വോൾട്ടേജിന് കറണ്ടിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. ഡി ഐ കിട്ടിയിട്ട് കാര്യമില്ല. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഐ. സോ ഫോർ ഫൈൻഡിങ് ഔട്ട് ഐ, നമുക്ക് ഡിഫറൻഷ്യൽ ഓഫ് ഐ ആണുള്ളത്. സോ നമുക്ക് ഐ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ഇന്റഗ്രേഷൻ ചെയ്യണം. സോ we are integrating. So we will get integral of di equal to integral of v by L dt. Okay, so from this equation integral of di is nothing but I. So I is equal to, we know that L is constant, so I can take it outside of integration. So 1 by L integral of v dt. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ നമുക്കറിയാം വി എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. സോ വി ഇസ് ആക്ച്വലി വി ആർ ഗിവിംഗ് ദ വോൾട്ടേജ്. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് തന്നെയാണ്. ഇറ്റ് ഈസ് ദ സെയിം വോൾട്ടേജ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താ ഇൻഡക്ടറിന് അക്രോസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ് എ സി സോഴ്സ്, അല്ലെ? അപ്പൊ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജും നമ്മൾ ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജും രണ്ടും സെയിം ആണ്. സോ വി ഡി ടി ഐ ക്യാൻ ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി into this equation. So that is what I have done in this step. In which step? In this particular step, that is here. I have substituted Vm sin omega t instead of V. So then I have performed the integration, that is integral of sin omega t is minus cos omega t divided by omega. So Vm by L, Vm is a constant, so Vm by L into minus cos omega t divided by omega. So that is nothing but Vm by omega L minus cos omega t. So that is how I will get. Then we know from the trigonometric equation, actually cos theta is equal to sin 90 minus theta. Cos theta is equal to sin 90 minus theta. So, or sin 90 minus theta is equal to cos theta. So I can substitute that. Again, I am substituting sin 90 minus theta is equal to minus sin theta minus 90. So I can cancel both the minus symbol. Now the final equation, what I got is this one. Okay, from that, ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കറണ്ടിൻ്റെ ടേമാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ വി എം ഡിവൈഡഡ് ബൈ ഒമേഗ എൽ ഉണ്ട്, ഇൻറ്റു സൈൻ ഒരു ടേം ഉണ്ട്. ഈ സൈൻ ഒരിക്കലും കറണ്ടിൻ്റെ ടേമായി മാറില്ല. സോ ഐ ക്യാൻ ടെൽ ലൈക്ക് വി എം ബൈ ഒമേഗ എന്ന് പറയുന്നത്, വി എം ബൈ ഒമേഗ എൽ എന്ന് പറയുന്നത് ഒരു കറണ്ടിൻ്റെ ടേമായി മാറും. കാരണം എന്നാൽ മാത്രമേ ഇത് ഈക്വൽ ടു എൽ എച്ച് എസിലെ കറണ്ടിൻ്റെ ടേം എഴുതാൻ വേണ്ടി പറ്റും. സോ ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിങ് വി എം ഡിവൈഡഡ് ബൈ ഒമേഗ എൽ ഈസ് ഈക്വൽ ടു ഐ എം. So I is equal to Im sin omega t minus 90. Okay, where Im is equal to Vm divided by omega L. അത്രയും നിങ്ങൾ എഴുതുക. സോ ഇത്രയും കഴിഞ്ഞ് നമ്മൾ ജോലി എന്താണ്? സോ ദെൻ വി ആർ കമ്പയറിംഗ് ബോത്ത് ദ ഇക്വേഷൻ. വിച്ച് ഇക്വേഷൻ? സോ ഐ എം ഗോയിങ് ടു highlight it. So V is equal to Vm sin omega t and I is equal to Im sin omega t minus 90. So we are comparing both the equation. The problem what we, or the difference what we notice is, one is of omega t, one is of omega t minus 90. അപ്പം ഒമേഗ ടി എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് വോൾട്ടേജ് ഉണ്ടായിരിക്കുന്നതിൻ്റെ മൈനസ് ആ സമയത്ത് കറണ്ട് ഉണ്ടാകും, അല്ലേ? ദാറ്റ് മീൻസ് ദ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. മൈനസ് 90 ആണ് വന്നത്, അല്ലേ? മൈനസ് 90. സോ ദ കറണ്ട് ലാഗ്സ് വോൾട്ടേജ്, ഓർ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട്. I can tell both the point.
So with this, since we have both the equation, with this we are plotting the waveform. Okay, so the waveform is like this. Because first നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ വോൾട്ടേജ് വേവ് ഫോം വരക്കുക അല്ലേ. ആദ്യം നമ്മൾ ഒരു ഗ്രാഫ് വരക്കുക. സോ ഐ ഹാവ് ഡ്രോൺ, then I am y-axis like this and x-axis like this. Then I am plotting the voltage of V. So I have drawn like this. Okay, that is the voltage waveform or the waveform what we are giving to the inductor. Inductor ne parallel ആയിട്ട് കണക്ട് ചെയ്യുന്ന വോൾട്ടേജ് waveform ആണ് ഞാനിപ്പോൾ വരച്ചത്. So I am drawing waveform like this. Okay, now from the previous equation I understood that I is equal to Im sin omega t minus 90. So it lags behind the voltage waveform by 90 degree. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കറണ്ടിന്റെ വേവ് ഫോം നോക്കുക. ഇവിടെ 0 ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം. 0 ഇതാണ്, 180 ഇതാണ്, 360 ഇതാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ 180-ൽ 0 ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് 90 ഡിഗ്രി കഴിയുമ്പോഴാണ് ആര് 0 ക്രോസ് ചെയ്യേണ്ടത്? കറണ്ട് 0 ക്രോസ് ചെയ്യുന്നത് അല്ലേ. 90-ൽ വോൾട്ടേജ് മാക്സിമം എത്തുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് 180 ഡിഗ്രി 90 ഡിഗ്രി അത് കഴിഞ്ഞ് 90 ഡിഗ്രി എത്തുമ്പോഴാണ് കറണ്ട് മാക്സിമത്തിൽ എത്തേണ്ടത്. അപ്പോൾ ഇവിടെ ആയിരിക്കും കറണ്ട് മാക്സിമത്തിൽ എത്തുന്നത്. സോ വി ക്യാൻ ഓർ വൺ മോർ പോയിന്റ്, ഇവിടെയാണ് 0 ക്രോസ് ചെയ്യുന്നത് വോൾട്ടേജ്. അത് കഴിഞ്ഞ് 90 ഡിഗ്രി കഴിയുമ്പോഴാണ് 0 ക്രോസ് ചെയ്യേണ്ടത്. സോ വാട്ട് ഐ എം ഡൂയിങ് ഈസ് so from here I am starting. ഓക്കെ, 0 ക്രോസ് ചെയ്തു അല്ലേ. ഈ 0 ക്രോസ് ചെയ്തതിനു ശേഷം 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കറണ്ട് 0 ക്രോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഹിയർ ഇറ്റ് റീച്ചസ് ദ മാക്സിമം വാല്യൂ. ഇവിടെ മാക്സിമം വാല്യൂ വോൾട്ടേജ് റീച്ച് ചെയ്തതിനു ശേഷം 90 ഡിഗ്രി ആയിട്ടാണ് അത് മാക്സിമം വാല്യൂ റീച്ച് ചെയ്യുന്നത്. ഇവിടെ വോൾട്ടേജ് 0 ക്രോസ് ചെയ്യുന്നു, അതിനുശേഷം 90 ഡിഗ്രി ആയിട്ടാണ് 0 ക്രോസ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ഡ്രോ ലൈക്ക് ദിസ്. ഇപ്പൊ എങ്ങനെയാ വരക്കേണ്ടത് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഫേസർ ഡയഗ്രാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫേസർ വോൾട്ടേജ് വേവ് ഫോം വരച്ച ഉടനെ തന്നെ വരക്കണമെന്നൊന്നുമില്ല. നമുക്ക് ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് വേവ് ഫോം വരക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഫേസർ വരച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത്, കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ലെങ്ത് ഓൾമോസ്റ്റ് സെയിം ആണ് അല്ലേ. ഓക്കെ, അത് സെയിമായി വരാൻ പാടില്ല. അത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹാഫ് വരക്കണമെന്നോ മിനിമം വരക്കണമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എൽ ആൻഡ് ഒമേഗ. സോ അതുകൊണ്ടായിരിക്കാം അത് ഒരേ ലെങ്ത് വരച്ചിട്ടുണ്ടാവുക. ഓക്കെ, എത്രത്തോളം വരക്കണമെന്ന് നമുക്കത് ക്ലിയർ ആവില്ല. ഇപ്പം എല്ലിൻ്റെ വാല്യൂ മില്ലി ഫാരഡിലാണെങ്കിൽ ചിലപ്പം കറണ്ടിൻ്റെ വാല്യൂ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് ഒമേഗ. ഓക്കെ, സോ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വോൾട്ടേജിൻ്റെ ഇതിനേക്കാളും 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് കറണ്ട് വരക്കുന്നത്. അപ്പം ചിലപ്പം ഡൗട്ട് ഉണ്ടാവും, വോൾട്ടേജ് സപ്പോസ് ഇഫ് ഐ ഡ്രോ വോൾട്ടേജ് ഹിയർ, ലാഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, കറണ്ട് ഇവിടെ വരച്ചാൽ പോരെ. ഓക്കെ, ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, രണ്ട് എങ്ങനെ വരച്ചാലും കറക്റ്റാണ്. കാരണം ഈ 90 ഡിഗ്രി ലാഗ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഇതിങ്ങനെ വരച്ചാലും ഒരു പർട്ടിക്കുലർ ഒമേഗയിൽ ഈ ഗ്രാഫ് ഇങ്ങനെ ഫേസർ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഒമേഗയിൽ ഈ ഗ്രാഫ് ഇങ്ങനെയാവും. അതാണ് അതിൻ്റെ ഫേസറിൻ്റെ അഡ്വാൻറ്റേജ്. ഓരോ ടൈമിലും അതിൻ്റെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം വോൾട്ടേജിൻ്റെ വരക്കുക, ഏത് ആക്സിസിൽ വേണമെങ്കിലും വരക്കുക. സോ 90 ഡിഗ്രി ലാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫേസർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പോസിറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്.
അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ഫേസറിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് പോസിറ്റീവ് മൂവ്മെൻ്റ് ആയി എടുക്കുന്നത്. അപ്പം ലാഗിങ് എന്ന് പറയുമ്പോൾ ക്ലോക്കിൻ്റെ സൂചി പോലെയല്ല, ക്ലോക്കിൻ്റെ നീഡിൽ പോലെ ലാഗിങ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ലീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെയല്ല വരക്കേണ്ടത്, ക്ലോക്കിൻ്റെ സൂചി പോലെ ലീഡ് ചെയ്തിട്ടല്ല വരക്കേണ്ടത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഫേസർ ലീഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് മൂവ്മെൻറ്റ്. സോ വോൾട്ടേജ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കുറച്ചും കൂടെ മുന്നിലോട്ട് 90 ഡിഗ്രി മുന്നിലോട്ട് വരക്കണം. അതിനുശേഷം ലാഗ് ചെയ്തിട്ടാണ് കറണ്ട് വരക്കേണ്ടത്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? യെസ് സർ. Yes, sir. Okay, next one is pure capacitive circuit. ഓക്കെ, എല്ലാവരും ആദ്യം ഹെഡിങ് വരച്ചിട്ട്, ഇത് നമുക്ക് സിമ്പിൾ, നമ്മൾ പഠിച്ചത് പ്രകാരം ദർ ഇസ് എ വോൾട്ടേജ് സോഴ്സ് വിച്ച് ഇസ് കണക്റ്റഡ് പാരലൽ ടു കപ്പാസിറ്റൻസ്. ഇൻ പ്രീവിയസ് 2 കേസസ് റെസിസ്റ്റർ വരുന്ന സമയത്ത് വോൾട്ടേജ് സോഴ്സ് കണക്റ്റഡ് ഡയറക്ട്ലി പാരലൽ ടു റെസിസ്റ്റൻസ്. ഇൻഡക്ടറിന്റെ കേസിൽ ഡയറക്ട്ലി പാരലൽ ടു ഇൻഡക്ടർ. Now the third case is capacitance. So we are connecting voltage source parallel to capacitance. But if you see the equation, this is the equation. Voltage formula is same for all the circuit. V is equal to Vm sin omega t, because that is actually the input we are giving. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണത്. So it is Vm sin omega t. But if you see the current കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് തോന്നുന്നത്? നിങ്ങൾ പറ. കറണ്ട് ലീഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ലീഡ് ബൈ ആൻ ആംഗിൾ π/2. π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആംഗിൾ? 90 ഡിഗ്രി ആയിട്ട് ലീഡ് ചെയ്യുന്നുണ്ട് കറണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള ഡിഫറൻസ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്ത് നോക്കണം. സോ ഹിയർ വി ഹാവ് സംതിങ്. ഓക്കെ, വി ഹാവ് കണക്റ്റഡ് AC പാരലൽ ടു എ കപ്പാസിറ്റർ. സോ ലെറ്റ് ദ അപ്ലൈഡ് വോൾട്ടേജ്, അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഏതാകട്ടെ, V is equal to Vm sin omega t. So the applied voltage is Vm sin omega t, and we know that for a capacitor the value of current is given by C dV by dt. So that is the expression for current in a capacitor. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ V is equal to L di by dt എന്ന ഇക്വേഷൻ ഇൻഡക്ടറിനുള്ളത് പോലെ കപ്പാസിറ്റൻസിനുള്ള ഒരു ഇക്വേഷനാണ് I is equal to C dV by dt. ക്ലിയർ ആയില്ലേ? I is equal to C dV. ഈ ഫോർമുല നിങ്ങൾ മഗപ്പ് ചെയ്യണം അല്ലേ? ഈ ഫോർമുല മഗപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഫോർമുല V is equal to L di by dt എന്ന് എഴുതിയതുപോലെ നമുക്ക് ഇൻഡക്ടറിന്റെ ഫോർമുല L is equal to L di by dt എന്ന് നമ്മൾ എഴുതിയതുപോലെ കപ്പാസിറ്റൻസിന് നമുക്കുള്ളൊരു ഫോർമുലയാണ് I is equal to C dV by dt. സോ ഇപ്പം കാര്യങ്ങൾ നേരത്തേക്കാൾ ഈസിയായി അല്ലേ? എന്താണ്, നേരത്തെ നമുക്ക് I കണ്ടുപിടിക്കാൻ DI ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം നമുക്ക് I ഡയറക്റ്റ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ വോൾട്ടേജിന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ I is equal to C dV by dt. അപ്പൊ അവിടെ നമുക്ക് വോൾട്ടേജ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? വിക്ക് പകരം നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? C is equal to D is equal D into or differential of Vm sin omega t by d by dt of Vm sin omega t. So that is what I have done here. So I is equal to C d Vm sin omega t divided by dt. So what I did in the second step is I have taken Vm out of derivative because it is a constant. So C Vm d by dt of sin omega t. Okay, sin in the differential endana d by dt of sin t is equal to cos t. പക്ഷെ ഇവിടെ ഒമേഗ ടേം ഉള്ളത് കൊണ്ട്, സൈൻ ഒമേഗ ടി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? d by dt of sin omega t is equal to omega into
കോസ് ഒമേഗ ടി. അതെങ്ങനെയാണ് വന്നതെന്ന് ആരെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ എനിക്ക്? ആർക്കെങ്കിലും പറയാം, ഈ ഒമേഗ എങ്ങനെയാണ് വന്നതെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇപ്പോൾ ഒരു ടേം ഒമേഗ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആരാ പറഞ്ഞുതരാം, ഈ ഒമേഗ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യുക? ആദ്യം കോസിന്റെ സൈനിന്റെ ഡിഫറൻഷ്യൽ എടുക്കും അല്ലേ? സൈനിന്റെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡി ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഡി ടിയും കൂടെ ചെയ്യും അല്ലേ? അതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ഒമേഗയായിട്ട് നമുക്ക് കിട്ടുക. ആ സ്റ്റാൻഡേർഡ് ഫോർമുല നമ്മൾ പണ്ട് പഠിച്ചതാണ്. സോ ദാറ്റ് ഇസ് ദ ഒമേഗ. സോ ദ ന്യൂ ഇക്വേഷൻ ബിക്കം വി എം സി ഒമേഗ കോസ് ഒമേഗ ടി. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? ഓക്കെ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യും, ഇത് എഴുതിയെടുക്ക്. ആ ഒരു സ്റ്റെപ്പ് വരെ എഴുതിയെടുക്ക്. എഴുതുമ്പോൾ ആലോചിക്കണം എന്തൊക്കെ ഓരോ സ്റ്റെപ്പിലും ചെയ്തെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് മാത്രം എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. സാറേ, ഓ, നേരത്തെ ഒമേഗ 2 വന്നിട്ടില്ലേനോ? നേരത്തെ ഒമേഗ അല്ല, ഒമേഗ 2 വന്ന പറഞ്ഞില്ലേനോ? 2 ഒമേഗ വന്ന. ആ അത് ആദ്യം സൈൻ ഒമേഗയും പിന്നെ ഒമേഗ ഒമേഗ ടി അങ്ങനെ ചെയ്തേ. അങ്ങനെയല്ലേ ചെയ്യാം? രണ്ട് പാർട്ടായിട്ടല്ല ചെയ്യാം. ആദ്യം സൈൻ രണ്ട് ഒമേഗ വന്നെന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് സൈൻ ഒമേഗ ടി നമ്മൾ ഡയറക്റ്റ് ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി ആയി മാറും. പിന്നെ ഈ ഒമേഗ ഇപ്പൊ സൈൻ ടി ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോസ് ടി എന്ന് എഴുതാം അല്ലെ? സൈൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. ഇവിടെ ഡി ഒമേഗ ടി എന്നാണെങ്കിൽ, ഈ താഴെയുള്ള ടേം ഡി ഒമേഗ ടി എന്നാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കോസ് ഒമേഗ ടി എന്ന് എഴുതാൻ പറ്റും അല്ലെ? ഇവിടെ ഡി ടി മാത്രം ഉള്ളത് കൊണ്ട് ഒമേഗക്ക് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഈ ഒമേഗ ഇവിടെ വന്നത്. എല്ലാവരും എഴുതിയ ആ സ്റ്റെപ്പ് വരെ എഴുതിയാ? ഓക്കെ. ഇനി ഇത് ഇത്ര എഴുതിയ കറക്റ്റ് ആൻസർ ആണ്. പക്ഷേ നമുക്കൊരു പ്രോബ്ലം എന്ന് പറയുന്നത്,
നമുക്ക് ലീഡിങ് ആണോ ലാഗിങ് ആണോ എന്ന് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ഏത് ആംഗിൾ ആണോ ഉള്ളത്, ഇവിടെ സൈൻ ഒമേഗ ടി ആണുള്ളത്, ആ സൈനിന്റെ ടേമിലേക്ക് ഈ ഇക്വേഷനെ മാറ്റണം. സോ വി നോ ദാറ്റ് കോസ് ഒമേഗ ടി ഓർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 90 പ്ലസ് തീറ്റ അല്ലെ. കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 90, രണ്ട് ഇക്വേഷൻ ഉണ്ട്, മൈനസ് തീറ്റയും ഉണ്ട്, കോസ് 90 പ്ലസ് തീറ്റയും കോസ് തീറ്റ തന്നെയാണ്. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 90 പ്ലസ് തീറ്റ, ആ ഒരു ഇക്വേഷനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഒന്നുകൂടെ എഴുതി നോക്കുക. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, തീറ്റ പ്ലസ് 90 എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനുള്ളൊരു പ്രശ്നം എന്താ, ഇവിടെ ഐ ഈസ് ഈക്വൽ ടു വി എം സി ഒമേഗ എന്നുള്ളത്. ഇവിടെ കറണ്ടിനെ ശരിക്കും നമുക്ക് ഈ കറണ്ടിന്റെ ടേമിലേക്ക് മാറ്റാൻ വേണ്ടി സൈനിന് ഒരിക്കലും സാധിക്കില്ല. കാരണം കറണ്ടാണ്. ഈ ഐ ഈസ് ഈക്വൽ ടു വി എം സി ഒമേഗ ഇൻറ്റു സൈൻ എന്ന് പറഞ്ഞുള്ളൂ. ഈ സൈനിന്റെ ടേമിന് ഒരിക്കലും ഈ ഒരു ടേമിനെ സൈനാക്കി മാറ്റാൻ പറ്റില്ല, അത് സോറി കറണ്ടിന്റെ ടേമിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സംതിങ് വേണം എന്തായാലും, കാരണം കറണ്ടിന്റെ ടേമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സംതിങ് എന്നുള്ളൊരു ടേമിലേക്ക് കൊണ്ടുവരണം. സോ ഇവിടെ വോൾട്ടേജ് ഉണ്ട്, ഇതിന് വി എം സി ഒമേഗ എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അതിന് നമ്മൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സംതിങ് ആക്കണമെങ്കിൽ വി എം ഡിവൈഡഡ് ബൈ 1/c ഒമേഗ എന്നാക്കും. കാരണം അങ്ങനെ ആക്കിയാൽ മാത്രം ഇത് വി എം സി ഒമേഗ എന്ന് മാറുള്ളൂ. ആ സ്റ്റെപ്പ് മനസ്സിലായത് നിങ്ങൾക്ക്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സംതിങ് ആണ് കറണ്ട്. അപ്പൊ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സംതിങ്. അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി സി ഒമേഗ ഉണ്ട്, അപ്പൊ അതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാന്ന് ആലോചിക്കുക. അപ്പൊ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 1/c ഒമേഗ. അപ്പൊ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സംതിങ് എന്നുള്ള ടേമിലേക്ക് മാറ്റി. അപ്പൊ ഈ 1/c ഒമേഗ ആയിരിക്കും റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ റിയാക്ടൻസിന്, ഇന്നലെ പറഞ്ഞ പോലെ റിയാക്ടൻസിന് ഇക്വലന്റ് ആയ ടേം. So I can write Vm divided by 1/c omega equal to Im. Vm divided by 1/c omega is equal to Im. Now new equation has formed, Im sin omega t plus pi by 2. അത് ക്ലിയർ ആയോ? ഓക്കെ, നൗ നമുക്ക് കിട്ടിയത് എന്താണ്, Im sin omega t plus pi by 2. ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. ഓക്കെ, അത് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ പറയാണ്. വി എം സി ഒമേഗ ടി, അതായത് വോൾട്ടേജ് ഇൻറ്റു ഒരു ടേം വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് കറണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലെ. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് കറണ്ട്. സോ നമുക്ക് ഈ ഒരു ടേമിനെ, സി ഒമേഗ എന്ന് പറയുന്ന ടേമിനെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആക്കി എഴുതണം. അപ്പം വി എം സി ഒമേഗ എന്ന് നമ്മൾ ഉള്ള ടേമിന് ഇപ്പം വി എം ഡിവൈഡ് ബൈ 1/c ഒമേഗ എന്ന് എഴുതിയാൽ അത് ഈക്വൽ ടു വി എം സി ഒമേഗ തന്നെയാണ് അല്ലെ. വി എം സി ഒമേഗ തന്നെയാണ്, കാരണം ഈ 1/, എന്ന് എഴുതുന്നതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ വി എം ബൈ സി ഒമേഗ അല്ല എഴുതിയത്, വി എം ഡിവൈഡ് ബൈ 1/c ഒമേഗ എന്നാണ് നമ്മൾ എഴുതിയത്. ആ ടേം വി എം സി ഒമേഗ തന്നെയാണ്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഐ ആം ടെല്ലിംഗ് ലൈക്ക് വി എം ഡിവൈഡ് ബൈ 1/c ഒമേഗ ഈസ് ഈക്വൽ ടു ഐ എം. സോ ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഐ എം ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ടേം, ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. Okay, then I am telling that where reactance, capacitive reactance is equal to 1/c omega. Capacitive, നേരത്തെ ഇന്നലെ നമുക്ക് എന്താ കിട്ടിയത്, XL is equal to എന്താ കിട്ടിയത്, XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 2πfL അല്ലെങ്കിൽ ഒമേഗ എൽ, 2πfL അല്ലെങ്കിൽ ഒമേഗ എൽ ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പൊ നമുക്ക് 1/XC, അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു 1/ωc ഓർ 1/2πfc ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുക. വൺ ഈസ് ആക്ച്വലി V is equal to Vm sin omega t. The other one is I is equal to Im sin omega t plus pi by 2. That means current leads the voltage.
കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വൈ പ്ലോട്ടിംഗ് ദ ഗ്രാഫ് എന്താണ് ചെയ്യേണ്ടത്? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ ആദ്യം ഞാൻ വരച്ചു തരാം. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വൈ ആക്സിസ് വരക്കുന്നു. Then we are drawing x-axis, and on that we are plotting the voltage waveform or current waveform first. ഏത് വേണമെങ്കിലും വരക്കാം നമുക്ക്. Okay, so I am drawing the voltage waveform. So this is the voltage waveform. Okay, so ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? So this is 0. This is actually pi, that is 180. This is 2 pi, that is 360. ഇനി നിങ്ങൾ പറ എങ്ങനെയാണ് വരക്കേണ്ടത്? അതായത് ഇത് വോൾട്ടേജ് ആണ്. ഓക്കെ, വോൾട്ടേജ് ആണിത്. വോൾട്ടേജ് 0 ക്രോസ് ചെയ്യുന്നതിന് മുന്നേ 90 ഡിഗ്രി മുന്നേ ആര് ക്രോസ് ചെയ്യണം? കറണ്ട് 0 ക്രോസ് ചെയ്യണം അല്ലെ? അപ്പൊ സോ ഇറ്റ് കംസ് ലൈക്ക് ദിസ്. ഇവിടെ 0 ക്രോസ് ചെയ്യുന്നുണ്ട് വോൾട്ടേജ്, അതിന് 90 ഡിഗ്രി മുമ്പ് കറണ്ട് 0 ക്രോസ് ചെയ്യണം. സോ ഇറ്റ് കംസ് ലൈക്ക് ദിസ്. അപ്പോൾ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ആരാ 0 ക്രോസ് ചെയ്യുന്നത്? കറണ്ട്. അതിന് ശേഷമാണ് വോൾട്ടേജ് 0 ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഐ ക്യാൻ ടെൽ ലൈക്ക് ദിസ് ഈസ് ഫോർ കറണ്ട് ആൻഡ് ദിസ് ഈസ് വോൾട്ടേജ്. Or you go for this diagram. Here you can see that this is voltage, this is current. ഈ ഡെറിവേഷൻ നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ, ഒന്നത് കംപ്ലീറ്റ് ആക്കുക.
മർസൊക്കെ റൈസ് ഹാൻഡ് ഒക്കെ പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. എഴുതി കഴിഞ്ഞാ? യെസ് സർ. ഓക്കെ. അപ്പം ഈ ഗ്രാഫ് വരക്കുന്നത് എങ്ങനെയാണ്? ആദ്യം വോൾട്ടേജ് റെഫറൻസ് ആക്കി, അപ്പം 90 ഡിഗ്രി മുൻപേ കറണ്ട് 0 ക്രോസ് ചെയ്യണം. ഇവിടെ അതേപോലെ തന്നെ അത് നോക്കിയാൽ മതി നിങ്ങൾ. ഇവിടെയാണ് വോൾട്ടേജ് ആദ്യം 0 ക്രോസ് ചെയ്യുന്നത്, അതിന് 90 ഡിഗ്രി മുമ്പ് അതേ ഡയറക്ഷനിൽ കറണ്ട് 0 ക്രോസ് ചെയ്യണം. ഇവിടെയും വോൾട്ടേജ് 0 ക്രോസ് ചെയ്യുന്നുണ്ട്, അതിന് 90 ഡിഗ്രി മുന്നേ അതേ ഡയറക്ഷനിൽ കറണ്ട് 0 ക്രോസ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഗ്രാഫ് വരക്കേണ്ടത്. ഓക്കെ, ലെറ്റ് us ഡിസ്കസ് ദ ഫേസർ വിച്ച് ഈസ് ലീഡിങ്. ആക്ച്വലി ഏതാണ് ലീഡ് ചെയ്യുന്നത്? അപ്പം വോൾട്ടേജ് നമ്മൾ ഇവിടെ റെഫറൻസ് ആക്സിസിൽ വരച്ചു. ലീഡ് ചെയ്യാന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറണ്ട് വരച്ചത്. ക്ലിയർ ആയില്ലേ? ഫേസർ അങ്ങനെയാണ് വരക്കുക. അപ്പൊ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് 3 എണ്ണവും വളരെ അർജന്റായിട്ട് ഇന്ന് പഠിക്കണം. ഇന്ന് അർജന്റായിട്ട് ഇത് പഠിക്കണം. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ ഇതിന്റെ കോമ്പിനേഷനെ പഠിപ്പിക്കുക. അതായത് ആറും എല്ലും ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കും, ആറും സിയും ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കും, ആറും എല്ലും സിയും ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കും. അതാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്. അപ്പൊ ഇത് ആര് ലീഡ് ചെയ്യുന്നു, ആര് ലാഗ് ചെയ്യുന്നു, എങ്ങനെയാണ് ഫേസർ വരുവാന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഇന്നൊന്ന് ജസ്റ്റ് നോക്കുക എങ്ങനെയാണ് ഫേസർ വന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. റെസിസ്റ്റർ വരുമ്പം ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ലാഗ് ചെയ്യുന്നത്? ആരും കേട്ടില്ല. നവീദിന്റെ ഓഡിയോ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. രണ്ടും ഇൻ ഫേസ് ആണ്. ആരും ലീഡ് ചെയ്യുന്നില്ല, ലാഗ് ചെയ്യുന്നില്ല അല്ലെ? റെസിസ്റ്റർ വരുമ്പോൾ. കപ്പാസിറ്റർ വരുമ്പോൾ ആരാണ് ലീഡ് ചെയ്യുന്നത്? കപ്പാസിറ്റർ വരുമ്പോൾ ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് അല്ലെ? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ആണ് കപ്പാസിറ്ററിൽ. ഇൻഡക്ടർ വരുമ്പോൾ ആരാ ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട്. അത്രയും നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യും, കോമ്പിനേഷൻ വരുമ്പോൾ പഠിക്കാൻ പറ്റും. ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്യുവർ കപ്പാസിറ്റർ ആണ്. അതായത് അതിന്റെ ടെർമിനലിനൊന്നും ഒരു റെസിസ്റ്റൻസ് ഇല്ല, പ്ലേറ്റിൽ ഒരു റെസിസ്റ്റൻസ് ഇല്ല, പ്യുവർ കപ്പാസിറ്റർ ആണ്. പ്യുവർ ഇൻഡക്ടർ ആണ് നമ്മൾ പഠിച്ചത്. അതിനൊരു കപ്പാസിറ്റൻസ് എഫക്റ്റോ റെസിസ്റ്റൻസ് എഫക്റ്റോ ഒന്നുമില്ല. പ്യുവർ റെസിസ്റ്റൻസ് ആണ് നമ്മൾ പഠിച്ചത്. എല്ലാം പ്യുവർ, എല്ലാ കോമ്പണന്റും പ്യുവർ ആകുമ്പോഴാണ് ഈ 90 ഡിഗ്രി എന്നുള്ളത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പ്യുവർ ആയതുകൊണ്ട് മാത്രം. പ്യുവർ അല്ലെങ്കിൽ 90 ഡിഗ്രി ഉണ്ടാവില്ല. 90 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും ഈ ഫേസറിൽ വരുന്ന ഡിഫറൻസ് വരിക. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ? ഞാനൊന്ന് ജസ്റ്റ് അറ്റൻഡൻസ് എടുക്കട്ടെ. ഓക്കെ, അഭിനന്ദ് കെ. അഭിനന്ദ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ നീ മിണ്ടാതിരുന്നത്? നെറ്റ് കട്ടായി സാർ. നെറ്റ് കട്ടായി, ഞാൻ പറഞ്ഞു അന്നേരം നെറ്റ് കട്ടായി. അഭിനന്ദ് എൻ പി. ആകാശ് പ്രേമൻ. ആകാശ് ദിലീപ്. അലൻ കെ എ. അമർനാഥ്. ആനന്ദ് വി.